സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വേറെ ഒന്നല്ല ഇന്ത്യൻ ജോഗ്രഫിയിലെ ബേസ് പോർഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വേൾഡ് അറ്റ്ലസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ എവിടെയാണ്? ഇന്ത്യ ഈ സൈഡായിട്ട് അല്ലേ? അല്ലേ, ഇവിടെയാണ് ഇന്ത്യ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പൊസിഷനെ പറയുന്നത് എന്താണ്? നോർത്താണ്, പക്ഷെ ഈസ്റ്റ് ആണ് അല്ലേ? ഈസ്റ്റ് സൈഡാണ്. നമ്മളിപ്പോൾ വരയ്ക്കുമ്പോൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലെ. അപ്പം നോർത്താണ്, പക്ഷെ എന്താണ്? ഈസ്റ്റ് സൈഡാണ്. അപ്പൊ എന്താണിത്? ഇതിപ്പോ നമ്മുടെ ഇന്ത്യ ഈസ് ഇൻ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദി ഹെമിസ്ഫിയർ. ഓക്കെ, നോർത്ത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഭൂമി ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഭൂമിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. അതെങ്ങനെയാണ്? ഇക്വേറ്റർ ആണ് 0 ഡിഗ്രി അല്ലെ? ഇക്വേറ്റർ ആണ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. അപ്പൊ ഈ ഇക്വേറ്ററിനെ നമ്മൾ വെച്ചിട്ട് നമ്മൾ ഭൂമിനെ രണ്ടായിട്ട് തിരിക്കും. അപ്പം മേൾ ഭാഗത്തിന് നമ്മൾ എന്താ പറയാ? നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയും. താഴ്ഭാഗത്തിന് സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയും. ഹെമിസ്ഫിയർ എന്ന് പറയാനുള്ള കാര്യം അറിയാലോ, കാരണം സ്ഫിയറിനെ നമ്മൾ മുറിക്കുമ്പോൾ രണ്ടാവുന്നു, 2 ഹെമിസ്ഫിയർ കിട്ടുന്നു. ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയർ എന്നും പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളത്? നോർത്ത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഒരു സെഷനിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യനെ പറ്റി കൂടുതൽ നമുക്ക് അറിയാം. അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്. എന്ത് കൺട്രിയാണ്? ട്രോപ്പിക്കൽ കൺട്രി. അപ്പൊ എന്താണ് ട്രോപ്പിക്കൽ കൺട്രി? ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയുണ്ട്? നമുക്കൊരു ഇക്വേറ്റർ ഉണ്ട്. ഇക്വേറ്ററിന് തൊട്ട് 23.5 ഡിഗ്രി മുകളിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, താഴെ ഇതേപോലെ നമ്മൾ ഇക്വേറ്ററിന് 23.5 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് താഴോട്ട് പോവുകയാണെങ്കിൽ അവിടെ വീണ്ടും നമുക്കൊരു ലൈൻ ഉണ്ട്. അതിന്റെ പേരാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഓക്കെ, അപ്പൊ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയ്ക്കുള്ള എല്ലാ കൺട്രീസിനെയും നമ്മൾ എന്ത് കൺട്രി എന്ന് പറയും? ട്രോപ്പിക്കൽ കൺട്രി എന്ന് പറയും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ എന്താണ്? ഇന്ത്യ ഇസ് എ ട്രോപ്പിക്കൽ കൺട്രി. ഇനി നമ്മൾ ഇന്ത്യ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ്, ഇന്ത്യയുടെ ലോങ്റ്റിറ്റ്യൂഡ് ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡാണ്. ഓക്കെ, ലാറ്റിറ്റ്യൂഡ് അറിഞ്ഞിരിക്കണം. എപ്പോഴും പി എസ് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് കറക്റ്റ് നമ്പറുകൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. അപ്പൊ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളിപ്പോ ലാറ്റിറ്റ്യൂഡ്, നമ്മളിപ്പോ ഭൂമിയെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് ലോങ്റ്റിറ്റ്യൂഡ് അറിയാലോ. അപ്പൊ ലോങ്റ്റിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ എവിടെ കാണുമെന്ന് ചോദിച്ചാല് 8 ഡിഗ്രി 4 ഡിഗ്രി നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിലേക്കാണ് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ലാറ്റിറ്റ്യൂഡ് വരുന്നത്. ഇനി ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ പൊസിഷനാണ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ പൊസിഷനും, ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ പൊസിഷനാണ്. ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ്സ് ഈസ്റ്റ് ടു 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ്. അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് നോർത്തും ഒന്ന് ഈസ്റ്റും. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യ ഇസ് എ നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള. നമ്മുടെ ഗ്ലോബ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇന്ത്യ നോർത്ത് ഈസ്റ്റ് സൈഡിലാണ്. നിങ്ങൾക്ക് ഇത് വെച്ച് മനസ്സിലാവും. ഇനി ഈ ഒരു വലിയൊരു നമ്പർ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ 38863 പഠിച്ച പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ നമ്പർ. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഏരിയ ആണ്. ഓക്കെ, അതായത് ഇന്ത്യ എത്ര ഏരിയ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ടെൽ 3,287,263 കിലോമീറ്റർ സ്ക്വയർ ഏരിയ ആണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇന്ത്യ ലോകത്തിന്റെ എത്ര ശതമാനം, അതായത് ഇന്ത്യ ലോകത്തിന്റെ എത്ര ശതമാനമാണ് ഇന്ത്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഗ്ലോബ് എടുക്കുമ്പോൾ അതിൽ എത്ര ശതമാനമാണ് ഇന്ത്യ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് 2.4%. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് 4 ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ടോപ്പ് പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രം LDC ടു ഡിഗ്രി ലെവൽ ചോദിക്കും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും. ഓക്കെ, ഇനി അടുത്ത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മളിപ്പോ ഇന്ത്യനെ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യനെ വരയ്ക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ത്യ നിങ്ങൾ വരച്ച് പഠിക്കണം. ഓക്കെ, ഇന്ത്യന്റെ ഔട്ട്ലൈൻ നിങ്ങൾ വരച്ച് പഠിക്കണം. whenever you take SCRT to study for Indian geography, you must draw a map. Okay, വലിയ രീതിയിലൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു ഔട്ട്ലൈൻ കിട്ടുന്ന രീതിയിൽ യു മസ്റ്റ് നോ ഓരോന്നും എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്ന രീതിയിൽ യു ഹാവ് ടു ഡ്രോ. ഓക്കെ, ഇത് ഏകദേശം ഒന്ന് ചാഞ്ഞു പോയി, കുഴപ്പമില്ല. ശരി,
അപ്പോൾ ഇന്ത്യനെ നമ്മൾ നോർത്ത് സൗത്ത് നോക്കും, വെസ്റ്റ് ടു ഈസ്റ്റ് നോക്കും. ഓക്കെ, അപ്പം നോർത്ത് ടു സൗത്ത് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എത്രയുണ്ട്? 3214 കിലോമീറ്റർ. ഓക്കെ, 3214 കിലോമീറ്റർ. അതുപോലെ ഈസ്റ്റ് ടു വെസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 2933 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇതും ചോദിക്കുന്ന ചിലയിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 3214 കിലോമീറ്റർ ആണ് നോർത്ത് ടു സൗത്ത്, ആൻഡ് വെസ്റ്റ് ടു ഈസ്റ്റ് എത്രയാണ്? 2933 കിലോമീറ്റർ ആണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യ അല്ല അല്ലെ. ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്തുകൂടെ ഉണ്ട്? ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും കൂടെ ഉണ്ട് അല്ലെ. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മള് ഇന്ത്യയുടെ ഈ ഒരു മെയിൻലാൻഡ് മാത്രം വെച്ചിട്ട് ചോദിക്കുകയാണ്. ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ എത്രയും ചോദിക്കുകയാണെങ്കിൽ എത്രയും നിങ്ങൾ പറയും? 6100 കിലോമീറ്റർ. അതേസമയം നമ്മൾ ഈ ഐലൻഡ്സിനെ എല്ലാത്തിനുള്ള കൂട്ടി കഴിയുകയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം 7516.5 കിലോമീറ്റർ എന്ന് വരും. സോറി, 7516.6 കിലോമീറ്റർ എന്ന് വരും. ഓക്കെ, CRTയുടെ നമ്പേഴ്സ് ആണ്, അതാണ് എനിക്ക് അങ്ങോട്ട് മാറിപ്പോയത്. അപ്പൊ 6100 കിലോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ഒന്നുമില്ല, പകരം ഈ ഇന്ത്യയുടെ ആ ഒരു മെയിൻലാൻഡ് മാത്രം. ഇന്ത്യയെ ഫുൾ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 7516.6 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ. ഓക്കെ, ഇന്ത്യയുടെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ കേട്ടോ, ഇത് ഇത്രയും, പിന്നെ ഇതിന് ചുറ്റും. ഓക്കെ, അപ്പൊ അത് ഇത്രയാണ് ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ. ഇനി നമുക്ക് അടുത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ്. ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലെ, ശൃംഖല. അതേതാണ്? ഇന്ദിര കോൾ. ഓക്കെ, ഭയങ്കര കോൾഡ് ആണെന്ന് പറയും. അപ്പൊ കോൾ, ഇന്ദിര കോൾ ആണ് നോർത്തേൺ മോസ്റ്റ് പോയിന്റ്. പക്ഷെ സദേൺ മോസ്റ്റ് പോയിന്റും ഇന്ദിര തന്നെയാണ്, പക്ഷെ അവിടെ വെറും ഇന്ദിര പോയിന്റ് എന്നേ ഉള്ളൂ. ഇന്ദിര പോയിന്റ് അല്ലെങ്കിൽ പിഗ്മാലിയൻ പോയിന്റ് എന്നൊക്കെ പറയും. ഇത് നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ എടുക്കുമ്പോൾ വരുന്നതാണ്. അതേസമയം നമ്മൾ ഇന്ത്യയുടെ മാത്രം, അതായത് നമ്മുടെ ഈ സബ് കോണ്ടിനെന്റിന് മാത്രം എടുക്കുകയാണെങ്കിൽ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കാലിമർ ആണ്. ഓക്കെ, പോയിന്റ് കാലിമർ എന്ന് പറയും. അപ്പൊ പോയിന്റ് കാലിമർ എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ്. ബട്ട് നമ്മൾ നമ്മുടെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഇന്ദിര പോയിന്റ് അല്ലെങ്കിൽ പിഗ്മാലിയൻ പോയിന്റ് എന്ന് പറയും. ഓക്കെ, പാഴ്സൺ പോയിന്റ് എന്ന് പേരുണ്ട് കേട്ടോ, പാഴ്സൺ പോയിന്റ് എന്ന് ഇതിനെ പറയും. ഓക്കെ, അപ്പൊ ഇത് ഇത്രയാണ് ഇന്ത്യനെ ബേസ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത കാര്യങ്ങൾ. ഇനി നമ്മൾ ഓരോ നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് നല്ലൊരു വലിയൊരു ഡയഗ്രം വരണം. സോ ലെറ്റ്സ് സീ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ബോർഡറിംഗ് കൺട്രീസ് നോക്കുകയാണ്, നെയ്ബറിംഗ് കൺട്രീസ് നോക്കുകയാണ്. ഇത് നമ്മുടെ ഇന്ത്യ അല്ലെ, ഇത് നമ്മുടെ ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഈ സൈഡില് നമ്മൾക്ക് ഇവിടെ ആരൊക്കെയുണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമുക്കൊരു കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് അഫ്ഗാനിസ്ഥാനുണ്ട്. ഓക്കെ, ആരാണുള്ളത്? അഫ്ഗാനിസ്ഥാൻ. അപ്പൊ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ വരുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും ചെറിയ ബോർഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ പറയാം. ഓക്കെ, കാരണം നമ്മൾ നെയ്ബറിംഗ് കൺട്രി ആയിട്ടുള്ളത് ഏറ്റവും ചെറിയ ബോർഡറിന് അഫ്ഗാനിസ്ഥാനാണ്. പിന്നെ ഈ സൈഡിൽ ഫുൾ പാകിസ്ഥാനാണ് കേട്ടോ, ഇത് ഫുൾ പാകിസ്ഥാനാണ്, ഫുൾ പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റ്സിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റ് ഏതെന്ന് ചോദിക്കും. അത് രാജസ്ഥാനാണ് കേട്ടോ. അതായത് പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റ് ഏതെന്ന് ചോദിക്കും, അത് രാജസ്ഥാനാണ്. നിങ്ങൾക്ക് തോന്നും ഗുജറാത്ത് ആണെന്നല്ല, ബട്ട് രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനുമായിട്ട്. ഓക്കെ, ഇനി അഫ്ഗാനിസ്ഥാനുമായിട്ട് പങ്കിടുന്ന ഒരൊറ്റ സ്റ്റേറ്റേ ഉള്ളൂ, അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരൊറ്റ സ്റ്റേറ്റേ ഉള്ളൂ. അതേതാണ്? ഇപ്പോഴത്തെ ലഡാക്ക്, യൂണിയൻ ടെറിട്ടറിയാണ് ലഡാക്ക് അല്ലെ, ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയാണ്, ഇത് ലഡാക്കാണ്. ഓക്കെ, ഇനി നമുക്കറിയാം പോങ്കോങ് സോ എവിടെയാണുള്ളത്? ലഡാക്കിലാണ്, ഇവിടെയാണ് വരും. ഓക്കെ, അതൊക്കെ. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് പോകണം. അഫ്ഗാനിസ്ഥാന്റെ ഈ സൈഡ് മുതൽ അങ്ങോട്ട് ഫുൾ ചൈന കേട്ടോ, ചൈനയാണ്. ഓക്കെ, ചൈനയായിട്ട് നല്ല അതിർത്തിയാണ്. നമ്മുടെ ഇവിടെ ഈവൻ നമ്മുടെ അരുണാചൽ പ്രദേശ് ആ ഒരു സെക്ടർ എടുക്കാം, ആ സൈഡിലും ചൈന. അപ്പൊ ഇത് ചൈന. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു, അതായത് അഫ്ഗാനിസ്ഥാൻ, ലഡാക്ക്, രാജസ്ഥാനിലാണ്. ഓക്കെ, ഇത്ര കഴിഞ്ഞു. ഇനി നമ്മൾ വരാൻ പോകുന്നത് നേപ്പാൾ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടിരിക്കുന്ന നേപ്പാളാണ്. നേപ്പാളിൽ ഒരുപാട് ഡാംസ് ഒക്കെ നമ്മൾ കെട്ടി പണിതിട്ടുണ്ട്. അതായത് കറണ്ട് അഫയേഴ്സ് ഞാൻ പറയാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹൊലോങ് ചൂ എന്നൊക്കെ പറഞ്ഞൊരു ഡാം, നമ്മള് ഡാം നേപ്പാളിലും ഭൂട്ടാനും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഭൂട്ടാൻ.
നേപ്പാളിനും ഭൂട്ടാനും ഇടയ്ക്ക് ഒരു സാൻഡ്വിച്ച് പോലെ ഇരിക്കുന്നതാണ് സിക്കിം, അറിയാലോ. ഓക്കെ, ഈ സിക്കിമിലാണ് നാക്കൂല എന്ന് പറഞ്ഞൊരു പാസ് ഉള്ളത് കേട്ടോ. ചൈന ഇവിടെയും അറ്റാക്ക് ചെയ്തു, ചൈന ഇവിടെ അറ്റാക്ക് ചെയ്തു. ഓക്കെ, 2 സൈഡ് അറ്റാക്ക്. ഓക്കെ, അപ്പൊ ഈ ചൈന പറയുന്നത് ആ നാക്കൂലയും ചൈനയുടേതാണെന്നുള്ളതാണ് പറയുന്നത്. ചൈനയെ സംബന്ധിച്ച് അരുണാചൽ പ്രദേശ് ഫുൾ ചൈനയുടേതാണ്. ഓക്കെ, ഇതൊക്കെയാണ് ചൈനയുടെ വാദം. പക്ഷെ അതൊക്കെ നമ്മൾ തള്ളിക്കളയും. ഓക്കെ, വി ഹാവ് പ്രൂഫ്. ഓക്കെ, അപ്പൊ നമ്മുടെ നേപ്പാളും ഇന്ത്യയും തമ്മിലൊരു കരാറുണ്ട്, ട്രീറ്റി ഓഫ് സഗൌളി. നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇറങ്ങിയ ഒരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് സഗൌളി. അപ്പൊ ആ ട്രീറ്റ് പ്രകാരം കാളിന്തി നദിയുടെ ഉത്ഭവം എവിടെയാണോ അവിടെ മുതലാണ് നമ്മുടെ ബൗണ്ടറി വരുന്നത്. പക്ഷെ കാളി നദിയെ നമുക്ക് ഒരിക്കലും ഒരു ബൗണ്ടറി ആയിട്ട് കാണാൻ പറ്റില്ല. കാരണം കാളി നദി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിവർ കവിഞ്ഞൊഴുകും, മനസ്സിലായി. അപ്പം ഇപ്പൊ നേപ്പാൾ പറയുന്നത് ഇത്രയും ഭാഗവും കൂടി നേപ്പാളിനുള്ളതാണെന്നാണ്. ഓക്കെ, പക്ഷെ ആക്ച്വലി ഇത് ഇന്ത്യയുടെ ഭാഗമാണ്. അങ്ങനെ നേപ്പാളുകാർ അവരുടെ മാപ്പ് വരെ അവര് പുറത്തിറങ്ങി. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പൊ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് നേപ്പാളിനെ ബൗണ്ടറി ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഉത്തർപ്രദേശ്. ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റേറ്റ്സ് നമ്മുടെ നേപ്പാളിൽ. ഇനി സിക്കിമും നേപ്പാളുണ്ട്. ഈവൻ വെസ്റ്റ് ബംഗാൾ പോലും നേപ്പാളിനെ ബൗണ്ടറി ചെയ്ത് വരുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ നേപ്പാളിലും ഉണ്ട്, ഭൂട്ടാനും ഉണ്ട്. രണ്ടിനും ബൗണ്ടറി ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് സിക്കിമാണ്. സിക്കിമിൽ ഞാൻ പറഞ്ഞു നാക്കൂല പാസ്, പിന്നെ ഭൂട്ടാൻ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് അപ്പുറത്തെ സെക്ടറിലേക്ക് പോവാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത സെക്ടറിലേക്ക് പോവാം. അടുത്ത സെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അരുണാചൽ പ്രദേശിന്റെ ആ സൈഡാണ്. ഓക്കെ, നമ്മുടെ ഈസ്റ്റേൺ സെക്ടറിലേക്ക് വന്നിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റേൺ സെക്ടറിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഇത് നമ്മുടെ ഭൂട്ടാൻ. ഓക്കെ, സോ ദിസ് ഇസ് ഭൂട്ടാൻ. ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഈസ്റ്റ് ആണ്. നമ്മുടെ അരുണാചൽ പ്രദേശ്, ആസാം ഒക്കെ ഉണ്ട്. അപ്പൊ അരുണാചൽ പ്രദേശാണ് ഈ ഒരു ബോർഡർ ചെയ്ത് റൗണ്ട് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പൊ അരുണാചൽ പ്രദേശാണ് ഭൂട്ടാനെയും ബോർഡർ ചെയ്യുന്നത്, ചൈനേനെയും ബോർഡർ ചെയ്യുന്നത്, നമ്മുടെ മ്യാൻമാറിനെയൊക്കെ ബോർഡർ ചെയ്യുന്നത് അരുണാചൽ പ്രദേശാണ്. ഇനി നമ്മള് ബാക്കി ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇത് ബംഗ്ലാദേശ്. ഓക്കെ, ബംഗ്ലാദേശിന് ബൗണ്ടറി ചെയ്യുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഇതുവരെയൊക്കെ വരും കേട്ടോ. ഓക്കെ, വെസ്റ്റ് ബംഗാൾ. പിന്നെ ഏതാണ്? ആസാം, മേഘാലയ. ഓക്കെ, മേഘാലയ, ത്രിപുര. ഓക്കെ, ഇതൊക്കെയാണ് ബംഗ്ലാദേശിന് ബൗണ്ടറി ചെയ്ത് വരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് അതുകൂടെ ഞാൻ നമ്മുടെ ആ സ്ലൈഡ് ഇടാം. സോ ഇത്രയും കൺട്രീസ് ആണ് ബംഗ്ലാദേശിനെ ബൗണ്ടറി ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കാം. പിന്നെ മ്യാൻമാർ. ഓക്കെ, പിന്നെ ബംഗ്ലാദേശിന് ഭൂരിഭാഗവും ബംഗ്ലാദേശിലുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്, അതാണ് ത്രിപുര. ഭൂരിഭാഗവും ബംഗ്ലാദേശാണ്. ഇങ്ങനെ കയറിയാണ്, ബംഗ്ലാദേശിലോട്ട് കയറിയാണ് ഇരിക്കുന്നത്. അത് ഇതാണ് ത്രിപുരയാണ്. ഓക്കെ, സോ ഇത് ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ബൗണ്ടറി ബേസ് ചെയ്ത കാര്യങ്ങൾ. പിന്നെ വെസ്റ്റ് ബംഗാൾ ഒരു പ്രത്യേകതയുണ്ട്. വെസ്റ്റ് ബംഗാൾ 3 കൺട്രീസിനെ ബൗണ്ടറി ചെയ്യുന്നുണ്ട്, ലാൻഡ് ബൗണ്ടറി. ഒന്ന് നേപ്പാൾ, പിന്നൊന്ന് ഭൂട്ടാൻ, പിന്നൊന്ന് ബംഗ്ലാദേശ്. 3 കൺട്രീസ്. പിന്നെ ഓഷ്യൻ ബൗണ്ടറിയും ഉണ്ട്. ഓക്കെ, അതാണ് വെസ്റ്റ് ബംഗാളിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇത് ഇത്രയും കൂടെ, പിന്നെ അതിന്റെ കൂടെ ഓഷ്യൻ ബൗണ്ടറിയുടെ ഉള്ള സ്റ്റേറ്റ് ആണ് വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ടറിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മുടെ ലെങ്ത് ഓഫ് ദി എന്താ പറയുക ലാൻഡ് ബൗണ്ടറി ആണ്. ഇത് നമ്മുടെ കേരള PSCക്ക് സ്ഥിരം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ വേറെ രീതിയിലൊക്കെ ചോദിക്കാം, അസെൻഡിങ് ഓർഡർ, ഡിസൈനിങ് ഓർഡർ ഒക്കെ ചോദിക്കാം. അതുകൊണ്ട് മാത്രം ഞാൻ എഴുതിയതാണ്. UPSC പെർസ്പെക്ടീവ് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ലെങ്ത് അറിഞ്ഞിരിക്കുക. ബംഗ്ലാദേശ് 4,996.7 കിലോമീറ്റർ ആണ് ബംഗ്ലാദേശിന്റെ ലാൻഡ് ഫ്രോണ്ടിയർ. ഓക്കെ, ലാൻഡ് ഫ്രോണ്ടിയർ എന്ന് വെച്ചാൽ ആ ലെങ്ത്. ഓക്കെ, ചൈന എന്ന് പറയുന്നത് 3,488, പാകിസ്ഥാൻ തൊട്ട് പിന്നെ 3,323 കിലോമീറ്റർ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും കുറവ്, 106 കിലോമീറ്റർ. ഇത് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ഇത്രയും അറിഞ്ഞിരിക്കണം. ബംഗ്ലാദേശ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ. ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, അതാണ് ആ ഓർഡർ. ഓക്കെ, നമ്മുടെ ഇൻക്രീസിംഗ് ഓർഡർ, ഡിക്രീസിംഗ് ഓർഡർ ഒക്കെ ചോദിക്കും. സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, പിന്നെ ഏറ്റവും അവസാനമാണ് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, ഒരു ഓർഡർ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് ഓർഡർ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് സംഭവത്തിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നേരെ കോസ്റ്റൽ സ്റ്റേറ്റ്സിലേക്ക് വരാണ്. കോസ്റ്റൽ സ്റ്റേറ്റ്സിലേക്ക് പോകാം. ഏതൊക്കെയാണ് കോസ്റ്റൽ സ്റ്റേറ്റ്സ് എന്നും ഏതൊക്കെയാണ് ലാൻഡ് ലോക്ക് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പോവാം. ഫസ്റ്റ് എന്താണ്? ഗുജറാത്ത്. അറിയാം, ഗുജറാത്തിനാണ് ഏറ്റവും ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ അല്ലെ, അതും അറിയാം. അപ്പൊ ഗുജറാത്തിനാണ് ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ, ഏറ്റവും നീളം കൂടിയ കോസ്റ്റ് ലൈൻ ഉള്ള സ്റ്റേറ്റ് നോക്കുമ്പോൾ. അടുത്തത് മഹാരാഷ്ട്ര. മധ്യപ്രദേശ് ആണോ മഹാരാഷ്ട്രയാണോ? മധ്യപ്രദേശ് നടുക്കാണ് ഇരിക്കുന്ന ആൾക്കാർ, മദ്യം ആണെന്ന് വിചാരിക്കും. അപ്പൊ മധ്യത്താണ് ഇരിക്കുന്നത്, അതിന് സി ആക്സിസ് ഇല്ല. പകരം മഹാരാഷ്ട്രയ്ക്ക് സി ആക്സിസ് ഉണ്ട്.
മഹാരാഷ്ട്ര കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗോവ, കുട്ടി ഗോവ. ഗോവ ആണ് പിന്നെ ആക്സസ് ഉള്ളത്. അപ്പൊ കുട്ടി ഗോവ എന്ന് പറയുമ്പോഴേ അറിയാം സി ആക്സസ് ഉള്ള ഏറ്റവും ചെറിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവയാണ് അല്ലെ. അടുത്തത് ഗോവയുടെ തൊട്ട് താഴെ ഏതാണ്? കർണാടക അല്ലെ. അത് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളം, അത് കഴിഞ്ഞാൽ ഈ സൈഡ് തമിഴ്നാട്, പിന്നെ ഏതാണ്? ആന്ധ്രാപ്രദേശ്. തെലങ്കാന ഉണ്ടോ? ഇല്ല, തെലങ്കാനയും അകത്താണുള്ളത് കേട്ടോ, അകത്താണ്. അടുത്തത് ഒഡീഷ, പിന്നെ വെസ്റ്റ് ബംഗാൾ. അപ്പൊ ഇത്രയാണ് നമ്മുടെ കോസ്റ്റൽ കൺട്രീസ്. ഏതൊക്കെയാണോ കോസ്റ്റൽ സ്റ്റേറ്റ്സ്? 1 2 3 4 5 6 7 8 9. അപ്പൊ നമുക്ക് 9 സ്റ്റേറ്റ്സ് ആണ് കോസ്റ്റൽ സ്റ്റേറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും ലോങ്സ്റ്റ് കോസ്റ്റലുള്ള സ്റ്റേറ്റ് ഗുജറാത്ത് അല്ലെ, ഗുജറാത്ത് ആണ്. പിന്നെ നമുക്ക് ലക്ഷദ്വീപ് ഉണ്ട്, ആൻഡമാൻ നിക്കോബാർ ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് യൂണിയൻ ടെറിട്ടറീസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ കോസ്റ്റൽ സ്റ്റേറ്റ്സിനെ പറ്റി അറിയേണ്ടത്. അതുപോലെ ലാൻഡ് ലോക്ഡ് ആയിട്ട് മധ്യപ്രദേശ് ഉണ്ട്, തെലങ്കാനയുണ്ട്. ഇത് ഇത്രയും അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ടറിലേക്ക് പോവാം. താങ്ക് യു. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച്.